ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പൊ ഞാനുള്ളത് മൂവാറ്റുപുഴയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിന്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയതാട്ടോ. ഇന്നലെ രാത്രി എത്തിയതിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് പോയോ. ഞങ്ങള് ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ ആയിട്ട് ട്രിപ്പിന് പോകാൻ പോവാണ്. ലൈക്ക് വാഗമൺ മാഞ്ചാലിമേടാണ്. അപ്പോ ഫ്രൈഡേ നൈറ്റ് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് കാക്കനാടെന്നാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവാറ്റുപുഴ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി നിന്നിട്ടാണ് നമ്മള് നാളെയാണ് വാഗമൺ ആ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ ഓഫീസൊക്കെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് നേരെ മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. എല്ലാരും ഉണ്ട്, എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഈ സ്ഥലം നമുക്ക് അറിയില്ല. എല്ലാവരും ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നൊമാഡിൽ പല പല കടകളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അതൊക്കെ കാണുന്നത്. ഈ ലിസ്റ്റ് ഓഫ് കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തർ പല സ്ഥലത്തു നിന്നാണ് ഓർഡർ ചെയ്യുക. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഉണ്ണിയുടെ കാറിൽ ഞങ്ങൾ കുറച്ച് പേര് കയറി പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് അവിടെ എത്തി. ചെറിയ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും നല്ല വീട്ടിലേക്കാണ് അവൻ ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്നും. അവിടെ എത്തിയതിന് ശേഷം എല്ലാവരും കൂടി കൂടിയിരുന്ന് കോമഡി പറയലും ടി വിയിൽ ഓരോ ചാനൽ വെച്ച് അതിൻ്റെ കോമഡി ആക്കലൊക്കെ ആയിരുന്നു. കാരണം ചിലവരുടെ വീട്ടിലുള്ള കേബിൾ കണക്ഷൻ, അപ്പോൾ അവർക്ക് ചാനൽ നമ്പേഴ്സൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ പരിപാടിയിലൊക്കെ ആയിരുന്നു. എൻ്റെ വീട്ടിലെ കേബിൾ കണക്ഷൻ അല്ലാന്നുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ സ്ഥിരം ഞങ്ങളുടെ യുണോകളിയൊക്കെ ആയിട്ട് പോയി. ഞങ്ങള് പ്ലാൻ അനുസരിച്ച് ഇന്ന് ഇവിടുന്ന് വാഗമൺ പോവുക. ഞങ്ങൾ എന്നിട്ട് നേരെ പാഞ്ചാലിമേട് അവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പിന്നെ സൺഡേ തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ഐറ്റിനറി. അപ്പൊ ഇന്നലെ ഞങ്ങള് വൈകുന്നേരം ഇപ്പൊ എല്ലാരും മീറ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ വിശ്വസിച്ച് ഞങ്ങൾ കുറച്ചു മുമ്പ് കണ്ടത്. ഞങ്ങള് കാറിനാണ്, 3 കാറിനായിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങള് ഒരു ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന്. കുറച്ചെടുക്കുള്ള ട്രാവലർ വരും. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച്, കാരണം 3 കാറാകുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയാണ് ഞങ്ങൾ ട്രാവലർ എടുത്തത്. അപ്പോൾ ട്രാവലർ വന്നിട്ട് ഇനി ട്രാവലറിന് ഇവിടെ നിന്ന് പോവാന്നുള്ളതാണ് പ്ലാൻ. അപ്പൊ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഓഫ് ദി ജീൻസ് ആണ്. ഞാനത് ലെയർ ചെയ്തതാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് ഹോൾസ് ഒക്കെ ഉള്ള ഷർട്ട് പോലത്തെ വൈറ്റ്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചാണ്. ഇത് ഒരു കടയിൽ നിന്നാണ്. അങ്ങനെ വണ്ടി വന്നു ഞങ്ങള് ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന ട്രാവലർ. ആദ്യം നമ്മൾ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ നേരത്തെ കഴിച്ചു നിന്നില്ല. കാർ ഇറക്കി തിരിച്ചു വരുന്ന ആ ഡിലേ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒറ്റ റൂട്ടിൽ കഴിച്ചിട്ട് വാഗമണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവരുടെ കോൺവെർസേഷൻ എന്താണോ, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? കുറച്ച് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അത് അറിയാതെ വന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഡ്രസ്സ് മാറണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചുമ്മാ നമ്മൾ പാരസ് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. റീലിൽ കുറച്ച് കണ്ടായിരുന്നു അവിടുത്തെ മട്ടൻ ചാപ്സും പൊറോട്ടയും നല്ലതാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആർക്കും തന്നെ ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വാഗമണിലേക്ക് പോവായിരുന്നു. ഓൺ ദ റൂട്ട് ഫുൾ പാട്ടും ഡാൻസും. ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, നമ്മൾ ട്രാവലർ എടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതെന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ അവിടെ എത്തുന്നവരെ ഈ ഒരു വൈബിൽ തന്നെയായിരുന്നു. ഫുൾ ഡാൻസും പാട്ടും അടിച്ച് പൊളിയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫെസ്റ്റ് നിർത്തിയ സ്പോട്ടും. ഓൺ ദ റൂട്ട് പോകുന്ന വഴി ഈ സ്ഥലത്ത് കുറച്ച് ആൾക്കാർ നിർത്തുന്ന കണ്ടാണ് നമ്മൾ നിർത്തിയത്. പക്ഷെ നമ്മൾ നിർത്തിയപ്പോഴേക്കും കുറേ കോടകളൊക്കെ കയറി വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് അവിടെ എടുത്തിട്ടാണ് വന്നത്. ഞാൻ കുറച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തുള്ള ഫോട്ടോസ്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ കയറിയത് ഈ ഹോട്ടൽ വാഗമൺ കഫേ എന്നായിരുന്നു. ഞാൻ കേരള മീൽസാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കറികളായിരുന്നു. പൊതുവെ എല്ലാവരും മേടിച്ചതെല്ലാം നല്ല ഐറ്റങ്ങളായിരുന്നു. ഈ ഷവായി, മന്തി, ഇതെല്ലാം അവിടുത്തെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാഗമണിലെത്തി. ഉച്ചക്കലത്തെ ഫുഡ് വാഗമണിന്ന് കഴിച്ചേ. അങ്ങനെ നേരെ ഫസ്റ്റ് സ്പോട്ട് പൈൻ ഫോറസ്റ്റിലേക്കാണ് എത്തിക്കുന്നത്. അത്യാവശ്യം കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർഡായി മേടിച്ച് വെച്ച
റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും റെയിൻകോട്ടിൽ പല കളർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. മഴയായിട്ട് ഇങ്ങനെ സംശയിച്ചു വേണം ഇറങ്ങണോ വേണ്ടോ എന്ന്. പക്ഷേ എന്തെങ്കിലും ഒരു സൈറ്റ് സീൻ കണ്ടിട്ട് വേണ്ടേ പോകാമെന്ന് ഓർത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയിലൊരു സ്പോട്ടിൽ ചവിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് നേരെ ഫസ്റ്റ് ഈ സ്പോട്ടിലേക്കാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുട്ടക്കൊന്നും കൂടി കയറണം എന്നുണ്ട്. ഇപ്പോൾ കണ്ട ഒരു വെയിലും പക്ഷെ മഴ പെയ്യുന്നുണ്ട്. അതിനൊരു അൺപ്രഡിക്റ്റബിളാണ് മഴ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബെസ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഫോട്ടോ ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളായൊരു കാര്യമായിരുന്നു സാധനം. അങ്ങനെ കുറച്ച് നേരം ഇവിടേക്ക് നിൽക്കിട്ട് വേണം പോകാൻ. ഇതാണ് ഞാൻ പറഞ്ഞ പല കളറിലെ ഓറഞ്ച് ഉണ്ട്, വയലറ്റ് ഉണ്ട്, മഞ്ഞുണ്ട്, ഇതവിടെ പിങ്ക് ഉണ്ട്. നമ്മൾ കറക്റ്റ് പൈൻ ഫോറസ്റ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് നല്ലൊരു മഴ പെയ്തായിരുന്നു. അപ്പോഴേക്കും നമ്മളൊന്ന് വണ്ടി കയറാനുള്ള ടൈം ആയിരുന്നു. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. ആ പോകുന്ന വഴി നമ്മളൊരു ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തായിരുന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഈ കാണുന്ന റോളി സ്റ്റോൺ ആണ് നമ്മുടെ റിസോർട്ടും. ഈ മേലെ കാണുന്ന റൂമുകളാണ് നമുക്കുള്ളത്. ഫുള്ളി റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം ഞങ്ങൾ പാഞ്ചാലിമേള് ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ട് ബാക്കിൽ കാണുന്നതെന്ന് തോന്നുന്നു. ഞാൻ മേലോട്ട് കയറിയിട്ടില്ല. ഞാൻ ബാക്ക് എടുത്ത് ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ. എല്ലാവരും കയറി തുടങ്ങി പോയി. നമ്മുടെ റൂംസ് എങ്ങനെയാണ് നോക്കാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ 2 റൂമാണ് വരുന്നത്. അതിലൊരു റൂമാണ് ഇതിൻ്റെ തന്നെ സെയിം റൂമാണ് അപ്പുറത്തുള്ളത്. ഞാൻ ഈ താഴെ ഒരു റൂമിൻ്റെ ഇതേ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് സിമ്പിൾ നമ്മൾ ചില ഹോട്ടൽ റൂമിലൊക്കെ കാണുന്ന പോലത്തെ റൂം തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായ മേലത്തെ റൂമാണ്. കാരണം ഇതിൻ്റെ ബാൽക്കണിയാണ്. അത്ര നല്ല ഭംഗിയുള്ള ബാൽക്കണിയാണ്. നല്ല വ്യൂ ആണ്. നേരെ ഫ്രണ്ടിൽ നമുക്ക് ഇറങ്ങി നിന്നാൽ ആ പാഞ്ചാലിമേടിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു ബാൽക്കണി ആയിരുന്നു. ഇപ്പോൾ കണ്ട റൂംസ് മാത്രമല്ലാതെ നമുക്കൊരു സെപ്പറേറ്റ് കോട്ടേജ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഒരു 1 റൂം കോട്ടേജ് ആണ് അതിലുള്ളത്. അതിൽ ഫസ്റ്റ് റൂമാണിത് വിത്ത് ഒരു കിച്ചൺ കൂടി വരുന്നത്. ഇപ്പോൾ ഈ കോട്ടേജിൽ ഒരു വിത്ത് കിച്ചൺ പോലെയാണ്. ജസ്റ്റ് സിങ്ക് ഉണ്ട്, നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റുകൾ, അങ്ങനെ വേറെ കുക്കിംഗ് സംഭവമൊന്നുമില്ല. പിന്നെ വാഷ്റൂം, പിന്നെ ഇപ്പുറത്തേക്കൊരു ഡോറും. ഇവിടെ ചെറിയൊരു വന്നിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പിലുള്ളൊരു സ്ഥലം. ഈ കോട്ടേജിന്റെ മെയിൻ അട്രാക്റ്റീവ് സ്പോട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റപ്പ്. രാവിലെ ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരുന്ന് ഈ വ്യൂ കാണാൻ അടിപൊളിയായിരിക്കും. ഇനി ഈ സ്റ്റേ നമ്മൾ എടുക്കാൻ തന്നെ കാരണമായൊരു സംഭവമുണ്ട്. നമുക്ക് മെയിൻലി വേണ്ടതൊരു പൂളായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് നമ്മളിത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്കിത് മതി എന്ന് പറഞ്ഞത് ഈ പൂള് കൊണ്ട് കാണാം. അപ്പോൾ ആ പൂള് കണ്ടിട്ട് വരാം. ഈ പൂളുള്ളതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞങ്ങൾ നേരത്തെ ഇവിടെ എത്താമെന്ന് വരെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ കുറച്ചും കൂടി കറങ്ങി ലേറ്റായിട്ട് വന്നാൽ മതി എന്നുള്ള പ്ലാനിൽ നിന്ന് മാറി നേരത്തെ വന്ന് ഈ ഒരു ഈവനിങ് ടൈം പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയാണ് വന്നത്. അപ്പോൾ ആ പൂളിൻ്റെ സീൻസ് കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ പൂൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യൂവിൽ നിന്ന് അടിപൊളിയായിരിക്കും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനല്ലേ. നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ പൂള് തന്നെയായിരുന്നു ഇവിടുത്തെ മെയിൻ എലമെൻറ്റും. അതും ഈ ഈവനിങ് ടൈമിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പുറത്തോട്ട് നോക്കാനും കുറേ ഫോട്ടോസ് തന്നെ നല്ല ഭംഗിയായിരുന്നു. അതല്ല നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഒന്ന് ഇരുട്ടൊക്കെയതിന് ശേഷം നമ്മൾ വോളിബോൾ അങ്ങ് തുടങ്ങി. പിന്നെ അതൊരു ഫുള്ളൊരു ടൂർണമെൻറ്റ് പോലെ മത്സരമായിരുന്നു. അത് അവസാനിക്കാൻ കുറേ നേരം എടുത്തു. നമ്മൾ മാത്രം ഈ പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് ഫ്രഷ് ആയതിനു ശേഷം വന്നത്. നമ്മൾ ഫുഡ് അവിടെ തന്നെ ഏൽപ്പിച്ചിരുന്നു. ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ നമ്മൾക്കൊരു മെനു അയച്ചു തന്നിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതായത് നമ്മൾ ചൂസ് ചെയ്ത ഫുഡാണത്. ചപ്പാത്തിയാണ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതല്ലാന്ന് തോന്നുന്നു. അവർ തന്നെ തന്ന ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഈ ടൊമാറ്റോ ഓണിയൻസ് എല്ലാം ഇട്ടിട്ടുള്ള. പിന്നെ നല്ല കണ്ണിമാങ്ങ അച്ചാർ, കുറേ കാലമായി കണ്ണിമാങ്ങ അച്ചാർ കഴിച്ചിട്ട്, അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞ വേറൊരു സാധനമാണ് കപ്പ.
പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബീഫാണ്. അപ്പോൾ കപ്പയും ബീഫും ചപ്പാത്തിയായിരുന്നു നമ്മൾ ഓൾ ടുഗെദർ അന്നത്തെ രാത്രിത്തെ ഫുഡ്. ചപ്പാത്തി, കുറച്ച് സാലഡ്, കണിമാങ്ങ, ഇതാണ് ഡിന്നർ. ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിലത്തെ ഏരിയയിൽ എല്ലാവരും ചെയറൊക്കെ ഇട്ടിരുന്ന് അന്താക്ഷരി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം രാത്രി യുണോ ഒക്കെ ആയിരുന്നില്ലേ, അപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റിക്ക് ഫുൾ അന്താക്ഷരി ആയിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾക്ക് അവിടുന്ന് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ആയിരുന്നു. പിന്നെ ഞാൻ പോയി ഫുള്ളി റെഡിയായി. ഇത് എല്ലാം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇന്നലത്തെ പോലെ തന്നെ ഞാൻ ലെയറിംഗ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ബ്രൗൺ ഷർട്ടും ബാക്കി രണ്ടും ബ്ലാക്ക് ആണ്. ഇവിടുന്ന് റൂംസ് എല്ലാം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. ഇവിടെ സ്റ്റേ എടുത്ത ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വരാൻ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ് നമ്മൾ എത്തിയത്. എല്ലാവരും ഈ ഒരു ടൈമിൽ വരാൻ നോക്കുക. കാരണം നല്ല കോടയും തണുപ്പും കാറ്റും. അവിടെ നമ്മൾ ചെന്ന് ഇത്ര നേരം സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ ഉള്ളൊരു ഐറ്റിനറി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം അവിടെ ഫുൾ കറങ്ങി നടന്ന് നമ്മൾ ഒരു 2 മണിക്കൂറിന് മേലെ അവിടെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഫുൾ പ്ലാൻ തെറ്റി. പക്ഷെ ഒട്ടും നമ്മളതിൽ സാഡോ അല്ലെങ്കിൽ അതോർത്ത് വിഷമിച്ചിട്ടൊന്നുമില്ല. കാരണം അവിടെ സ്പെൻഡ് ചെയ്ത ആ ടൈം അത്രയും നല്ലതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഫുൾ കോടയൊക്കെ കയറി നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയാലും നല്ല അടിപൊളിയാണ്, അല്ലെങ്കിൽ അവിടെ കറങ്ങി നടക്കാനെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരേ വഴി എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു. കുറേ നല്ല ഫോട്ടോസ് കിട്ടി, കുറേ നല്ല വീഡിയോസ് കിട്ടി. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ ഇറങ്ങിയതിന് ശേഷം വേറെ എങ്ങും പോയില്ല. നേരെ ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചെത്തി. അവൻ്റെ കസിൻ്റെ വീട്ടിലാണ് കാർ ഇട്ടിരുന്നത്. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ നമ്മളെല്ലാവരും 3 കാറിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ച് കാക്കനാടേക്ക് ഒരു രാത്രി ആയപ്പോഴേക്കും എത്തി. ഇനി നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.